അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ അധ്യാപകരൊക്കെയും നമ്മൾക്ക് പഠിപ്പിച്ചു തന്ന ഹിരോഷിമയിലെയും നാഗസാക്കിയിലെയും അതേപോലെ തന്നെ ഹിറ്റ്ലർ ജർമ്മനിയിൽ നടത്തിയിട്ടുള്ള കൂട്ടക്കൊലയുടെയും ചരിത്രങ്ങൾ കേൾക്കുമ്പോൾ അത്ഭുതത്തോടുകൂടെ നമ്മൾ വിദ്യാർത്ഥികൾക്കിടയിൽ ചർച്ച ചെയ്യാറുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ മനസ്സാക്ഷിയില്ലാതെ ഒരു മനുഷ്യന് അല്ലെങ്കിൽ ചില മനുഷ്യർക്ക് പ്രവർത്തിക്കാൻ സാധിക്കുമോ എന്ന് നമ്മളുടെ നൂറ്റാണ്ട് കണ്ട അല്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ കണ്ട ഏറ്റവും വലിയ മനുഷ്യഹത്യ നടക്കുകയാണ് ഇസ്രയേൽ ഫലസ്തീനിൽ. ഗസയിൽ ഇത്രയധികം ആളുകളെ കൊലപ്പെടുത്തുന്നത് ഈ ഒരു തലമുറയിൽ നമ്മൾ കാണുമ്പോൾ ഒരുപക്ഷെ അടുത്ത തലമുറ ചോദിച്ചിരിക്കും, ഇത്ര മനസ്സാക്ഷിയില്ലാതെ ഒരു രാജ്യം ഇങ്ങനെ ചെയ്യുമ്പോൾ എന്തേ മറ്റുള്ള രാജ്യങ്ങളൊക്കെയും മൗനിയായി അതിന് സമ്മതം നൽകിയെന്ന്. പ്രതിഷേധ ജ്വാലകൾ സ്പെയിനിലും ഇറ്റലിയിലും അതുപോലെ തന്നെ ബ്രിട്ടനിലും അമേരിക്കയിലും ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ പ്രവഹിക്കുകയാണ്. നമ്മളും പ്രതിഷേധ തീയായി മാറണം. വാക്കുകൾ കൊണ്ട്, നമ്മളെ കൊണ്ട് സാധ്യമാകുന്ന പ്രാർത്ഥനകൾ കൊണ്ട് തീർച്ചയായും ഇസ്രയേൽ എന്ന നരാധർമ്മന്മാരുടെ രാജ്യം, ബെഞ്ചമിൻ നെതന്യാഹു എന്ന് പറയുന്ന അധികാര കൊതിക്കു വേണ്ടി മനുഷ്യക്കുരുതി ചെയ്യുന്ന ആ മനുഷ്യന്റെ അന്ത്യം, അവസാനം തീർച്ചയായും നമ്മൾക്ക് കാണാം.